ദൈവം പറഞ്ഞ അനുസരിക്കാതിരുന്ന യോനാ പ്രവാചകന്റെ കഥ നിങ്ങൾക്കറിയാവോ? എന്നാൽ കേട്ടോളൂ. ഒരിക്കൽ ദൈവം യോനാ പ്രവാചകനോട് നിനിവേയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അവിടെയുള്ളവർ ദുഷ്ടന്മാരായതിനാൽ യോന താർശീശിലേക്ക് കപ്പൽ കയറി. അത് കണ്ട ദൈവം വലിയൊരു കൊടുങ്കാറ്റിനെ അയച്ചു. കപ്പലിളകി മറിഞ്ഞു. കപ്പൽ തകരുന്നതായപ്പോൾ കൂടെയുള്ളവർ അവരവരുടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഈ പ്രശ്നത്തിന് പിന്നിൽ ദൈവം യോനയോടുള്ള കോപമാണെന്നറിഞ്ഞവർ യോനയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. യോനയെ വിഴുങ്ങാൻ വേണ്ടി വലിയൊരു മത്സ്യത്തിനെ ദൈവം അയച്ചു. 3 രാത്രിയും 3 പകലും യോന ആ മത്സ്യത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞു. അവിടെ കിടന്നുകൊണ്ട് യോന തന്റെ പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. യോനയുടെ പ്രാർത്ഥന സ്വീകരിച്ച ദൈവം യോനയെ കരയിലേക്ക് ശബ്ദിച്ചിടാൻ മത്സ്യത്തിനോട് ആവശ്യപ്പെട്ടു. മത്സ്യം ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് കരയിലേക്ക് ശബ്ദിച്ചിട്ടു. രക്ഷപ്പെട്ട യോന നിനവേയിലേക്ക് യാത്രയായി. നിങ്ങൾ ഇപ്പോൾ മനസ്സിലായില്ലേ ദൈവം പറഞ്ഞത് കേൾക്കാതിരുന്ന അപ്പോൾ സംഭവിച്ചത്? ഇതുപോലെ നമ്മൾ എല്ലാവരും